പാർട്ട് ടൈം ജോബ്സ് ഇൻ ഓസ്ട്രേലിയയിലെ പാർട്ട് ടൈം ജോബ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ കാണും. സിഡ്നിയിൽ എന്തൊക്കെ ടൈപ്പ് ജോലി കിട്ടും, മെൽബണിൽ എന്തൊക്കെ ടൈപ്പ് ജോലി കിട്ടും, ബ്രിസ്ബെയിനിൽ എന്തൊക്കെ ജോലി കിട്ടും, ഇനി കാറ്റഗറി 2 സ്ഥലങ്ങളായിട്ടുള്ള അഡിലെയ്ഡ്, പെർത്തോ, കാൻബറയോ ഒക്കെ ആണെങ്കിൽ എങ്ങനത്തെ ജോലിയായിരിക്കും, കാറ്റഗറി 3 സ്ഥലങ്ങളായ ഡാർവിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, എന്താണ് കാറ്റഗറി 1, 2, 3 എന്നൊക്കെ സംശയങ്ങൾ കാണും. ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി തീർച്ചയായും ഒരു ഫുൾ ധാരണ ലഭിക്കുന്നതായിരിക്കും. കാറ്റഗറി 1 സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ മേജർ സിറ്റീസ്, ഏറ്റവും കൂടുതൽ ആളനക്കവും പോപ്പുലേഷനും എക്കണോമിയും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. ഇവിടെയാണ് IT-യും ബിസിനസ്സും ഒക്കെ ത്രൈവിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ, ഈ 3 സ്ഥലങ്ങളാണ് ഓസ്ട്രേലിയൻ രാജ്യത്ത് കാറ്റഗറി 1 ലൊക്കേഷൻസ് എന്ന് സർക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റിയും ആ സിറ്റിക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളാണ് കാറ്റഗറി 1 ലൊക്കേഷൻസ്. ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടാനും ഫുൾ ടൈം ജോലി കിട്ടാനും ഒക്കെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പം ഞാൻ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ റീജിയണൽ ഏരിയ പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് പറയുമ്പോൾ അവർ പറയും അവിടെ അങ്ങ് പാർട്ട് ടൈം ജോലി കിട്ടാൻ പാടല്ലേ ചേട്ടാ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ കാറ്റഗറി 1 അവസ്ഥ ഏറ്റവും എളുപ്പമാണ് ജോലി കിട്ടാൻ. എന്നാൽ കാറ്റഗറി 2 ചില ജോലികൾക്ക് നല്ല ചാൻസ് ഉണ്ട്. ആ കാറ്റഗറി 2 ഓപ്പർച്യൂണിറ്റീസെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അഡിലെയ്ഡ്, പെർത്ത്, കാൻബറ, ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായ കാൻബറ പോലും ഒരു കാറ്റഗറി 2 പ്രദേശമാണ്. അപ്പോൾ ഒരു ഇടത്തരം സിറ്റിയാണ്, റീജിയണൽ സിറ്റീസാണ്. ഇവിടെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെയും ബിസിനസ്സും IT-യും റിയൽ എസ്റ്റേറ്റും ഒക്കെ ത്രൈവിംഗ് ആണ്. ഹെൽത്ത് സെക്ടറിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. അവിടെയാണ് ഏറ്റവും ഈസി ഹെൽത്ത് സെക്ടറിൽ ജോബ് കിട്ടാനായിട്ട്, കാറ്റഗറി 2 പ്രദേശങ്ങളിൽ. അപ്പോൾ ഏജ്ഡ് കെയർ പോലത്തെ സെക്ടറുകളിൽ ജോലി ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് പാർട്ട് ടൈം ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാറ്റഗറി 1 എളുപ്പമായിരിക്കും കാറ്റഗറി 2 സ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് 3 പോലെയുള്ള പ്രോഗ്രാംസ് ഇൻ ഏജ്ഡ് കെയർ ആൻഡ് ഡിസബിലിറ്റി ഇതൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ചെയ്തിട്ട് വരുന്നവരും ഒക്കെ തീർച്ചയായും കാറ്റഗറി 2, 3 നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലി ലഭിക്കുന്നതായിരിക്കും. ഇനി കാറ്റഗറി 3 സ്ഥലങ്ങളിലും ഹെൽത്ത് സെക്ടറിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ ഇപ്പോൾ ക്ലീനിങ് പോലെയുള്ള ജോലികൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ക്ലീനിങ്ങും ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ, അതായത് വെയിറ്ററായിട്ടും കിച്ചൺ ഹാൻഡായിട്ടും ഒക്കെ കാറ്റഗറി 3 പ്രദേശങ്ങളിലും ജോലിയുണ്ട്. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ, ഡാർവിൻ, വാഗ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുമ്പോൾ കാറ്റഗറി 1 സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാറ്റഗറി 2 മോഡറേറ്റ് ആണെന്ന് പറയാം. കാറ്റഗറി 3 ഏറ്റവും ലോ ആണെന്ന് പറയാം. ഇനി കാറ്റഗറി 1 ആക്സസ്, വെറൈറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാറ്റഗറി 2 ഒരു ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈലാണ് അവിടുത്തെ ഒരു പ്രത്യേകത. കാറ്റഗറി 3 പെർമനൻറ്റ് റെസിഡൻസി ഫോക്കസ് കൂടുതലാണ്. അതുപോലെ സേവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടുതലാണ്. ഇതൊക്കെയാണ് ഈ കാറ്റഗറി 1, 2, 3 ജോബ് ഓപ്പർച്യൂണിറ്റീസിലെ വ്യത്യാസം. ഇനി ഒരു ചെറിയ ഉപദേശം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അത് വലിയൊരു ഫാക്ടറാക്കി കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ പോകുന്നത് പഠിക്കാനാണ്, പഠനത്തോടൊപ്പം പെർമനൻറ്റ് റെസിഡൻസിയും നല്ല കരിയറുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോക്കസിൽ വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ദിസ് ഇസ് ഓഫ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനും കഷ്ടപ്പെടാനും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ റെഡി ആയിട്ടുള്ളവർ ഏത് കാറ്റഗറി ഏരിയയിൽ പോയി പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. ദ മൈൻഡ് സെറ്റ് ഇസ് എവറിത്തിങ്. നല്ല മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാൾ കാറ്റഗറി 1 പോയി ജോലി ചെയ്യാൻ നോക്കിയാലും ജോലി കിട്ടുകയില്ല. എനിക്കറിയാം, ഒത്തിരി സപ്പോർട്ട് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന കുട്ടികൾക്ക് കാറ്റഗറി 1 പോലും ജോലി കിട്ടാത്ത കാഴ്ചകൾ വളരെ സാധാരണമാണ് കേട്ടോ. അങ്ങനെയും കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാം മൈൻഡ് സെറ്റാണ്. കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ ഏത് സ്ഥലത്ത് പഠിച്ചാലും നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ലഭിക്കും. പാർട്ട് ടൈം ജോബ്സിനെ പറ്റി ആലോചിച്ച് തല പുണ്ണാക്കിയിരിക്കേണ്ട. അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.